മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്. മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ രീതിയിൽ നമുക്ക് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം, കോസ്റ്റ് ഫൈൻഡ് ചെയ്യാം. അതായത് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ദി പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ്. ഒരു യൂണിറ്റിന്, ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു യൂണിറ്റിന് എത്രയാണ് കോസ്റ്റ് വരുന്നത്, അല്ലെങ്കിൽ സർവീസിൻ്റെ ഒരു യൂണിറ്റിന് എത്രയാണ് കോസ്റ്റ് വരുന്നത് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡുകളുണ്ട്. ഓക്കെ, സോ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ക്യാൻ ബി അപ്ലൈഡ് ടു അസർട്ടൈൻ കോസ്റ്റ്. സോ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് പല ഇൻഡസ്ട്രികളിലും വ്യത്യാസം ഉണ്ടായിരിക്കും. ഇറ്റ് മേ ഡിഫർ ഫ്രം ഇൻഡസ്ട്രി ടു ഇൻഡസ്ട്രി. ഓക്കെ, സോ ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട മെത്തേഡ്സ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഓരോ മെത്തേഡ്സും നമ്മൾ 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യുകയാണ്. അതിൽ ഫസ്റ്റ് വൺ ജോബ് കോസ്റ്റിംഗ്. Job costing is defined as a method of recording the cost of manufacturing job rather than process. ഓക്കെ, സോ ജോബ് കോസ്റ്റിങ്ങിൽ ഒരു പർട്ടിക്കുലർ ജോബ് അല്ലെങ്കിൽ വർക്ക് അതിന് സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ കോസ്റ്റ് കംപ്ലീറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, അത് കളക്ട് ചെയ്യുക, എന്നിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യുക. ആ ഒരു പ്രോസസ്സിനെയാണ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഓരോ ജോബും മറ്റുള്ള ജോബുകളിൽ നിന്നും വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഓരോ ഡിഫറെൻറ്റ് ജോബിനെ എന്ത് ചെയ്യുന്നു, ഡിഫറെൻ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നു. ആ ഒരു കോസ്റ്റിങ്ങിനെയാണ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. With the job costing system, a project manager or accountant can keep track of the cost of each job, maintaining data which is often more relevant to the operations of the business. ഓക്കെ, ഓരോ പെർട്ടിക്കുലർ ജോബിൻ്റെയും കോസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നത് പല ഡിസിഷൻസ് അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും നമുക്ക് അത് ഉപകാരപ്പെടും. സോ അങ്ങനെ നമ്മൾ ഓരോ ഡിഫറെൻറ്റ് ജോബിനും ഡിഫറെൻ്റ് ആയിട്ട് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് ഷിപ്പ് ബിൽഡിംഗ്, എൻജിനീയറിംഗ് വർക്ക്, ഫർണിച്ചർ മേക്കിംഗ്, പിന്നെ അല്ലെങ്കിൽ റിപ്പയർ ഷോപ്പുകൾ, പ്രിൻറ്റിംഗ് വർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഈ ജോബ് കോസ്റ്റിംഗ് കൂടുതലായിട്ട് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ ബാച്ച് കോസ്റ്റിംഗ്. ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ജോബ് കോസ്റ്റിംഗ് പോലെ തന്നെയുള്ളൊരു കോസ്റ്റിംഗ് ആണ്. ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ജോബ് കോസ്റ്റിംഗ്. സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് ആണ് ഇത്. അതായത് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ചില ഫാക്ടറികളിൽ നമുക്ക് ഡിഫറെൻറ്റ് ബാച്ചസുകളായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള വർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് പിന്നെ ആർട്ടിക്കിൾസ് ആർ മാനുഫാക്ചറിങ് ഡിഫറെൻറ്റ് ബാച്ചസ്. ഓരോ ബാച്ചുകളായിട്ടായിരിക്കും ചിലപ്പോൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഓരോ ബാച്ചിനെ നമ്മൾ ഓരോ ഗ്രൂപ്പുകളായിട്ട് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ബാച്ച്, വിത്തിൻ ഈച്ച് ബാച്ച് ആർ എ നമ്പർ ഓഫ് ഐഡൻറ്റിക്കൽ യൂണിറ്റ്സ് ബട്ട് ഈച്ച് ബാച്ച് വിൽ ബി ഡിഫറെൻറ്റ്. ഓരോ ബാച്ചിൻ്റെ ഉള്ളിലും ചെയ്യുന്ന ആക്ടിവിറ്റികൾ സെയിം ആയിരിക്കും, പക്ഷേ ഓരോ ബാച്ചുകൾ വ്യത്യാസം ഉണ്ടായിരിക്കും. അങ്ങനെയാകുമ്പോൾ ഓരോ ബാച്ചിനെയും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. എന്നിട്ട് ഇവിടെ ഓരോ ബാച്ചിന് നമ്മൾ ഓരോ നമ്പർ അസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ജോബ് കോസ്റ്റിങ്ങിൽ ഓരോ ജോബിന് നമ്മൾ ഡിഫറെൻറ്റ് നമ്പർ അസൈൻ ചെയ്യുന്നത് പോലെ ബാച്ച് കോസ്റ്റിങ്ങിൽ ഓരോ ബാച്ചിന് നമ്മൾ ഓരോ ഡിഫറെൻറ്റ് നമ്പർ അസൈൻ ചെയ്തിട്ട് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കോസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നു. അതിന് ബെസ്റ്റ് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ്, അതുപോലെ കോസ്മെറ്റിക്സ്, ടോയ് മേക്കിംഗ്, പിന്നെ വാച്ച് മാനുഫാക്ചറിങ്, പാക്ക്ഡ് ഫുഡ്, അങ്ങനെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ എന്താ വെച്ചാൽ, നമ്മൾ റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഗാർമെൻറ്റ്സ് അതിൽ വരും. മെൻ വിയർ ഉണ്ടായിരിക്കും, ഫീമെയിൽ വിയർ ഉണ്ടായിരിക്കും, കിഡ്സിൻ്റെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ഡിഫറെൻറ്റ് ബാച്ചുകളായിട്ട്, ഓരോ ബാച്ചിൻ്റെ ഉള്ളിലുള്ളത് സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതായിരിക്കും. അങ്ങനെ ഡിഫറെൻറ്റ് ബാച്ചുകളെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ബാച്ച് കോസ്റ്റിംഗ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ജോബ് കോസ്റ്റിംഗ്. ദ നെക്സ്റ്റ് വൺ കോൺട്രാക്റ്റ് കോസ്റ്റിംഗ്. കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്, കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ബിഗ് ജോബിനെയാണ് കോൺട്രാക്റ്റ് എന്ന് പറയുക. അതായത് കുറേ ടൈം എടുക്കും അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ് മേ ബി 5 or 6 years എടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ജോബിനെയാണ് കോൺട്രാക്റ്റ് എന്ന് പറയുക. അപ്പോൾ ഓരോ കോൺട്രാക്റ്റുകളും, ഇപ്പോൾ ഒരു എഞ്ചിനീയറെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ കോൺട്രാക്റ്റുകളും അയാൾക്ക് വ്യത്യാസമായിരിക്കും. ഓക്കെ, അപ്പോൾ കോൺട്രാക്ട് കോസ്റ്റിംഗ് ഈസ് ട്രാക്കിംഗ് ഓഫ് കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് എ സ്പെസിഫിക് കോൺട്രാക്ട് വിത്ത് എ കസ്റ്റമർ. ഒരു കസ്റ്റമറുമായിട്ട് നമ്മൾ ഇരിക്കുന്ന ഒരു കോൺട്രാക്റ്റ്, ഇപ്പോൾ ഏതെങ്കിലും ബിൽഡിംഗ് മേക്കിംഗ് ആണെങ്കിൽ, ഇപ്പോൾ ഫ്ലാറ്റ് ബിൽഡിംഗ് അല്ലെങ്കിൽ പിന്നെ മേക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് ഡാം, അതുപോലെ ബ്രിഡ്ജ്, അതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഓരോന്നിനെ നമ്മളൊരു കോൺട്രാക്റ്റ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ
a company bids for a large construction project with a prospective customer and the two parties agree in a contract for a certain type of reimbursement to the company. അതായത് പിന്നെ നമ്മൾ കോൺട്രാക്റ്റ് എങ്ങനെയാണ് എടുക്കുക, കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന്, അതായത് ഒരു കമ്പനി എന്ത് ചെയ്യുന്നു, ബിഡിങ് നടത്തുന്നു. ഒരു വലിയൊരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രോസ്പെക്റ്റീവ് കസ്റ്റമർ പിന്നെ ബിഡിങ് ചെയ്തിട്ട് അതിൽ ഏത് പാർട്ടിയാണോ അവരുടെ കോൺട്രാക്റ്റ് ഏത് പാർട്ടിയാണ്, അതായത് ഏത് കമ്പനിയാണ് നല്ല റീസണബിൾ റേറ്റിൽ ഈ കസ്റ്റമർക്ക് ചെയ്തു കൊടുക്കുന്നത്, ആ കമ്പനിയായിരിക്കും അവർ അപ്രോച്ച് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് കോൺട്രാക്റ്റ് എന്ന് പറയുക. സോ ആ ഒരു കോൺട്രാക്റ്റിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ടു ലാസ്റ്റ് ഉള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിനെയാണ് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എന്നുള്ളത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുക എന്നുള്ളത് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ജോബ് കോസ്റ്റിങ്ങിൻ്റെ കേസിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് പഠിക്കാനുണ്ട്. ഓക്കെ, സോ ജോബ് കോസ്റ്റിംഗ് ഈസ് ഡിഫർ ഫ്രം കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് ബിക്കോസ് കോൺട്രാക്റ്റ് ഈസ് എ ബിഗ് ജോബ്. ദ നെക്സ്റ്റ് വൺ, പ്രോസസ് കോസ്റ്റിംഗ്. പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കോസ്റ്റിംഗ് ആണ്. അതായത് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്കൊരു സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് ആണ്, പ്രക്രിയ, അതിനെയാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ പ്രോസസ് കോസ്റ്റിംഗ് ഈസ് യൂസ്ഡ് ഇൻ കോസ്റ്റ് അക്കൗണ്ടിംഗ് ടു ഡിസ്ക്രൈബ് വൺ മെത്തേഡ് ഫോർ കളക്ടിംഗ് ആൻഡ് അസൈനിങ് മാനുഫാക്ചറിംഗ് കോസ്റ്റ് ടു ദ യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. A processing cost system is used when nearly identical units are mass produced. നമ്മൾ ഒരേ തരത്തിലുള്ള സംഭവങ്ങൾ കുറേ അധികം പ്രൊഡ്യൂസ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, പേപ്പർ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, അങ്ങനെയുള്ള ഇൻഡസ്ട്രീസിലൊക്കെ ഒരു സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ പ്രോസസ്സുകളും, അതായത് ഒരു പ്രോഡക്റ്റ് ഡിഫറെൻറ്റ് സ്റ്റേജസിലൂടെയാണ് കടന്നു പോകുന്നത്, ഓരോ പ്രോസസ്സും ഡിഫറെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ പ്രോസസ്സിനെയും സെപ്പറേറ്റ് ആയിട്ട് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതായത് ഒരു പ്രോസസ്സ് കഴിയുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അടുത്ത പ്രോസസ്സ് കഴിയുമ്പോഴുള്ള ഫിനിഷ്ഡ് പ്രോഡക്റ്റിൽ നിന്നും വ്യത്യാസം ഉണ്ടായിരിക്കും. അതായത് ഒരു പ്രോസസ്സ് കഴിയുമ്പോഴുള്ള ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിരിക്കും നെക്സ്റ്റ് പ്രോസസ്സിലെ റോ മെറ്റീരിയൽ ആയിട്ട് വരുന്നത്. അങ്ങനെയുള്ള ആക്ടിവിറ്റീസിനെയാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റത്തെ പ്രോസസ്സ് കഴിഞ്ഞാലാണ് നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് കിട്ടുക. ഓക്കെ, സോ പ്രോസസ് കോസ്റ്റിംഗ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിൽ, കെമിക്കൽ ഇൻഡസ്ട്രീസിൽ, പേപ്പർ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിലൊക്കെയാണ്. സോ പ്രോസസ് കോസ്റ്റിങ്ങും ജോബ് കോസ്റ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ ഓരോ പ്രോസസ്സിനെയാണ് നമ്മൾ സെപ്പറേറ്റ് കോസ്റ്റിംഗ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് വൺ, സിംഗിൾ ഓർ യൂണിറ്റ് കോസ്റ്റിംഗ്. സിംഗിൾ കോസ്റ്റിംഗ് അല്ലെങ്കിൽ യൂണിറ്റ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ ഇതിനെ പറയുന്ന വേറൊരു പേരാണ് ഔട്ട്പുട്ട് കോസ്റ്റിംഗ്. Output costing എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദാറ്റ് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ഇൻ വിച്ച് കോസ്റ്റ് ആർ അസർട്ടൈൻഡ് പെർ യൂണിറ്റ് ഓഫ് എ സിംഗിൾ പ്രോഡക്റ്റ് ഇൻ എ കണ്ടിന്യൂസ് മാനുഫാക്ചറിങ് ആക്ടിവിറ്റി. അതായത് നമ്മൾ സീരീസ് ഓഫ് ഒരു കണ്ടിന്യൂസ് ആക്ടിവിറ്റിയാണ്, നമ്മൾ തുറന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിൽ ഓരോ യൂണിറ്റ് നമ്മൾ ഒരേപോലെയുള്ള സിമിലർ പ്രോഡക്റ്റുകളാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റിന് എത്രയാണ് കോസ്റ്റ് വരുന്നത് എന്നുള്ളത് സെപ്പറേറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് പെർ യൂണിറ്റ് ഓഫ് എ സിംഗിൾ പ്രോഡക്റ്റ്. സോ പെർ യൂണിറ്റ് കോസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ്. എങ്ങനെയാണ് നമ്മൾ പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക? ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദി ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ബൈ ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. സപ്പോസ് ഒരു കമ്പനി ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയാണ് കോസ്റ്റ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതെങ്ങനെയാണ് കിട്ടുക? ടോട്ടൽ നമ്മൾ ആ ബിസിനസ്സിൽ എത്രയാണോ കോസ്റ്റ് വന്നിട്ടുള്ളത്, സപ്പോസ് നമുക്ക് 10,000 റുപ്പീസാണ് ഒരു ബിസിനസ്സിൻ്റെ കോസ്റ്റ് വന്നിട്ടുള്ളത്, ഡിവൈഡഡ് ബൈ എത്ര യൂണിറ്റ്സുകളാണ്. അപ്പോൾ ഒരേ നാച്ചുറലുള്ള ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ എത്ര യൂണിറ്റ്സുകളാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 100 സോപ്പ് ആണെന്നുണ്ടെങ്കിൽ 100 സോപ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 1000 സോപ്പാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കോസ്റ്റ് പിന്നെ സോപ്പിൻ്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് എത്രയാണ് എന്നുള്ളത് കിട്ടും. അതായത് ₹10. ഓക്കെ, അതായത് 10,000 ഡിവൈഡഡ് ബൈ 1000. സോ അങ്ങനെ നമുക്ക് പെർ യൂണിറ്റ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബിസിനസ്സിലാണ് ഈ യൂണിറ്റ് കോസ്റ്റിംഗ് അഡോപ്റ്റ് ചെയ്യുന്നത്. സോ സിംഗിൾ കോസ്റ്റിംഗ് അല്ലെങ്കിൽ യൂണിറ്റ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നതിന് നമ്മളിതിനെ വേറെ പേര് പറയും, സിംഗിൾ കോസ്റ്റിംഗ് എന്നും യൂണിറ്റ് കോസ്റ്റിംഗ്, ഔട്ട്പുട്ട് കോസ്റ്റിംഗ് എന്നൊക്കെ. എക്സാമ്പിൾസ് മൈൻ, ക്വാറി, സിമെൻറ്റ് വർക്ക്, സ്റ്റീൽ വർക്ക്, അതിലൊക്കെയാണ് യൂണിറ്റ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത്. ഇതും നമുക്ക് സെപ്പറേറ്റ് പഠിക്കാനുണ്ട്. ദ നെക്സ്റ്റ് വൺ, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് മാനുഫാക്ചറിങ് കമ്പനികളിലെ ഫാക്ടറികളിലോ ഒക്കെ യൂസ് ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡ് ആണെങ്കിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? സർവീസ് ഇൻഡസ്ട്രീസിലാണ്.
അതായത് ഇറ്റ് ഈസ് ദ പ്രോസസ് ആൻഡ് ടെക്നിക് ഓഫ് accumulating and ascertainment of cost for providing ഈ സ്റ്റാൻഡർഡൈസ്ഡ് സർവീസ് ടു ദ പബ്ലിക് ഓർ ടു ആൻ അണ്ടർടേക്കിംഗ്. സർവീസ് കോസ്റ്റിംഗ് ആണ് ഈ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. മിക്കവാറും നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കും ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്, ഓർ ഇതിന് പറയുന്ന വേറെ പേരാണ് സർവീസ് കോസ്റ്റിംഗ്. ഓക്കെ, സോ സർവീസ് കോസ്റ്റിംഗ് പിന്നെ എന്ന് പറഞ്ഞാൽ അത് യൂസ് ചെയ്യുന്നത് എവിടേക്കാണ്? റെയിൽവേ, ഹോസ്പിറ്റൽസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവിടെയൊക്കെ ഈ സർവീസ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഓപ്പറേഷൻ കോസ്റ്റിംഗ്. ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഓരോ ഓപ്പറേഷൻസ് ഇറ്റ് ഈസ് എ റിഫൈൻഡ് മെത്തേഡ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ്. പ്രോസസ് കോസ്റ്റിംഗ് പോലെ തന്നെയാണ്, പക്ഷേ ഇവിടെ നമ്മൾ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ആയിട്ടാണ് എടുക്കുന്നത്. ഓരോ പാർട്ടിനെ ഓരോ ഓപ്പറേഷൻ ആയിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റീൽ അലമാര ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റികൾ നമ്മൾ ഡിഫറെൻറ്റ് പ്രോസസ്സുകളായിട്ട് ഓപ്പറേഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അതായത് കട്ടിങ് എ സ്റ്റീൽ ഷീറ്റ് ആദ്യം കട്ട് ചെയ്യണം, പിന്നെ വെൽഡിങ് ചെയ്യണം, പിന്നെ അതിൻ്റെ കമ്പാർട്ട്മെൻറ്റുകൾ വെൽഡ് ചെയ്യണം, പിന്നെ ഡോറ് ഫിക്സ് ചെയ്യണം, പിന്നെ അതിൻ്റെ ഹാൻഡിൽ ഫിക്സ് ചെയ്യണം, പിന്നെ അതിനെ പോളിഷ് ചെയ്യണം. അങ്ങനെയുള്ള പല ആക്ടിവിറ്റികൾ ഉണ്ടായിരിക്കും. സോ അതിനെ ഓരോ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഓരോന്നും ഓരോ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ആയിട്ട് എടുക്കുന്നു. അപ്പോൾ അങ്ങനെ ഓരോ ഓപ്പറേഷൻസിൻ്റെയും കോസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിനെയാണ് ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. Okay, so operation costing is the refined method of process costing. In process costing, each process or stage of production is costed separately. The manufacture of the product may consist of several operations. In operation costing, costs are collected for each operation instead of each process. Okay, അതാണ് operation costing. Example, toy making, engineering goods, etc. The last one, multiple costing. Multiple costing എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ തന്നെയുണ്ട് കോമ്പോസിറ്റ് കോസ്റ്റിംഗ്. അതായത് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് അക്കൗണ്ടിംഗ് മെത്തേഡ് യൂസ്ഡ് വെൻ ദ ഗുഡ്സ് ആർ സോൾഡ് ദാറ്റ് കണ്ടെയ്ൻ സെവറൽ അതർ പ്രോസസ്ഡ് പാർട്സ് ആൻഡ് ദീസ് പാർട്സ് ആർ കോസ്റ്റഡ് ഡിഫറെൻ്റ്ലി. Just as the final product needs a cost associated with it, so do each of the parts created by other processes. അതായത് ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ നമുക്കറിയാം ബൈസിക്കിൾ മാനുഫാക്ചറിങ്. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസുകളിലൂടെ കടന്നു പോകണം. ഡിഫറെൻറ്റ് പാർട്സുകൾ ആവശ്യമുണ്ട്. സോ ഓരോ പാർട്സുകളും ഓരോ ഡിഫറെൻറ്റ് പ്രോഡക്ട്സുകളാണ്. അപ്പോൾ ഓരോ പ്രോഡക്ട്സുകൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അതിന് നമ്മൾ ഡിഫറെൻറ്റ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. സപ്പോസ് അത് ബൈസിക്കിൾ മാനുഫാക്ചറിങ്ങിൽ നമുക്ക് പല ഐറ്റംസ്, പല ആക്സസറീസ് ആവശ്യമുണ്ട്. അതിന് ചക്രം ആവശ്യമുണ്ട്, ടയർ ആവശ്യമുണ്ട്, പല കാര്യങ്ങളും ഒരു ബൈസിക്കിളിൽ ആവശ്യമുണ്ടായിരിക്കും. അപ്പോൾ ഓരോന്നും നമ്മൾ ഉണ്ടാക്കുന്നത് ഡിഫറെൻറ്റ് പ്രോഡക്റ്റുകളായിട്ടാണ്. ഈ പ്രോഡക്റ്റിനെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഫൈനലായിട്ടുള്ള ബൈസിക്കിൾ ആവുക. ഓക്കെ, അപ്പോൾ ഓരോ പ്രോഡക്റ്റിൻ്റെ മാനുഫാക്ചറിങ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് ആയിരിക്കും അഡോപ്റ്റ് ചെയ്യുക. ഇപ്പോൾ സപ്പോസ് ബെല്ല് മാനുഫാക്ചർ ചെയ്യുന്നൊരു അതിൻ്റെ കമ്പനിയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ പ്രോഡക്റ്റുകളായിട്ടാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് കോസ്റ്റിംഗ് ആയിരിക്കും യൂസ് ചെയ്യുക, അല്ലെങ്കിൽ പെർ യൂണിറ്റ് കോസ്റ്റിംഗ് സിംഗിൾ കോസ്റ്റിംഗ് ആയിരിക്കും യൂസ് ചെയ്യുക. ചിലതിൽ നമ്മൾ സർവീസ് കോസ്റ്റിംഗ് ആയിരിക്കും യൂസ് ചെയ്യുക, ചിലതിൽ പ്രോസസ് കോസ്റ്റിംഗ് ആയിരിക്കും, ചിലതിൽ ഓപ്പറേഷൻ കോസ്റ്റിംഗ് ആയിരിക്കും, ചില പ്രോഡക്റ്റിന് അതിൻ്റെ പാർട്സിന് നമുക്ക് ജോബ് കോസ്റ്റിംഗ് ആവശ്യം വരും. അപ്പോൾ അങ്ങനെ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും ഈ ബൈസിക്കിളിൻ്റെ ഫൈനൽ കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. സോ അതിനെയാണ് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ്. സോ ഈ ഓരോ കോസ്റ്റിങ്ങും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി ഓരോ ചാപ്റ്ററുകളായിട്ട് പഠിക്കാനുണ്ട്. അതിൽ യൂണിറ്റ് കോസ്റ്റിംഗ്, അതുപോലെ ജോബ് കോസ്റ്റിംഗ്, ദെൻ കോൺട്രാക്റ്റ് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, അതായത് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്, ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് പഠിക്കാനുണ്ട്. ഓക്കെ.